കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ ഒന്നുകൂടി പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hello all. So this is Anushya. So Commerce and Management ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി ആണ്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇഗ്നോ ഫോക്കസ് 2.0ന്റെ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ MBAയിൽ MMPC 009 എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ എല്ലാം ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, അതേപോലെ വെയിറ്റേജിന്റെ കാര്യങ്ങൾ, അതേപോലെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ട്രെൻഡ് എങ്ങനെയായിരുന്നു, ആൻഡ് അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു അൾട്ടിമേറ്റ് ആയിട്ടൊരു പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെഷന്റെ ലാസ്റ്റിൽ. സോ ഈ ഒരു സെഷൻ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണണം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ്ലി നമ്മളൊരു ജനറൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം, ദാറ്റ് ഇസ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്സ്, അത് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് എന്നുള്ളതിന്റെ അനാലിസിസ് ആണ്. ഇതിൽ നമുക്ക് വരാനുള്ള ദാറ്റ് ഇസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഇസ് ഇപ്പം നമുക്കിപ്പം മൊത്തം യൂണിറ്റിൽ ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും. സോ അതിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ കമ്പാരിസൺസ്, രണ്ട് ടോപ്പിക് അല്ലെങ്കിൽ രണ്ട് പോയിന്റ് കമ്പാരിസൺസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓരോന്നിനും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. ആ ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറുണ്ട്. സോ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ചോദിച്ചു വന്നിട്ടുള്ളത്. ആൻഡ് മൂവിങ് ടു സിലബസ് കവറേജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈ ഇതിൽ നമ്മൾ യൂണിറ്റ്സ് എല്ലാം എന്ന് പറയുകയാണെങ്കിൽ എൻറ്റയർ സിലബസ് നമ്മൾ എക്സാമിന് കവർ ആവാറുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് കുറച്ചും ഫേവർ ആയിട്ടുള്ള ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ഐഡന്റിഫൈ ചെയ്യുമ്പം കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് എന്തൊക്കെ നമുക്ക് മെയിനായിട്ട് കവർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. സോ ഇനി നമ്മൾ ഇതിൽ നോക്കുന്നത് ദാറ്റ് ഇസ് ഇതിന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തൊക്കെ ദാറ്റ് ഇസ് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് വരുന്നുണ്ട്, അതേപോലെ എങ്ങനെയാ ദാറ്റ് ഇസ് ഇപ്പം കഴിഞ്ഞ കൊല്ലത്തേന്ന് അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ കൊല്ലാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് അതിന്റെ, അതേപോലെ ഏതെങ്കിലും സ്പെസിഫിക് യൂണിറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണോ, അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ ആയിട്ട് നമ്മളിതിൽ നോക്കുന്നത്. സോ ഇനി നമുക്ക് ദാറ്റ് ഇസ് ഈ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ഇതിൽ ഓവർവ്യൂ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം 2022 ജൂൺ ടു ഡിസംബർ 23 അതുവരെയുള്ള രീതി, ആ ഒരു പീരീഡിലാണ് നമുക്ക് ഇത് നോക്കുന്നത്. സോ അതിൽ കൺസെപ്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ യൂഷ്വലി ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ ഒന്ന് മാസ് പ്രൊഡക്ഷൻ എന്താണ്, അതിന്റെ ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതേപോലെ വാല്യൂ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, പിന്നെ വാട്ട് ഇസ് പ്ലാൻ ലേ ഔട്ട്, അതേപോലെ ഇൻവെന്ററി സിസ്റ്റം. സോ ഇതാണ് കുറച്ച് ദാറ്റ് ഇസ് ഈ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ രീതിയിൽ ചോദിച്ചിട്ടുള്ള കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ ടു കമ്പാരിസൺസ് നോക്കുകയാണെങ്കിൽ സെവറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കമ്പാരിസണിൽ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെത്തേഡ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടൈപ്പ് ഓഫ് ലേ ഔട്ട്സ് അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഓർ പ്രൊഡക്ഷൻ സിസ്റ്റംസിനെ കുറിച്ചൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ആ ഒരു പ്രോസസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രൊഡക്റ്റ് സെലക്ഷൻ പ്രോസസ്സ്, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ പ്രോസസ്സ് വരുന്നുണ്ട് എന്നുള്ളതുണ്ട്. അതേപോലെ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ വരുന്നുണ്ട് ഇതേപോലെ പ്രോസസ്സും. പിന്നെ വർക്ക് മെഷർമെന്റ് ടെക്നിക്സിലും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമുക്കറിയാം എല്ലാ പേപ്പറിലും ഒരു സെഷൻ, ലാസ്റ്റ് സെഷൻ ഷോർട്ട് നോട്ട് ആയിട്ട് നമുക്ക് വരുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതിൽ വേരിയസ് ടോപ്പിക്സ് ഉണ്ടാവും. സോ അതിൽ നമുക്ക് ഇതിന്നുള്ളപ്പം ഏത് ടോപ്പിക് വേണേലും ചോദിക്കാം. അപ്പൊ അതിലെന്താണ് ആ ഒരു എന്താ പറയാ, നമുക്ക് ആ മൊത്തം യൂണിറ്റിൽ ഏത് ടോപ്പിക്സ് വേണേലും നമുക്ക് അതിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്.
ഇനി ഇതിന്റെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് കവറേജ് ആണ്. സോ ഇതിൽ നമുക്ക് സിലബസ് കവറേജിൽ വരുന്നത് ദാറ്റ് ഇസ് ഓരോ യൂണിറ്റ് വൈസ് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കി പോവാം. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദാറ്റ് ഇസ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഓവർവ്യൂ ആണ്. അപ്പൊ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ദാറ്റ് ഇസ് മെയിൻ ആയിട്ട് എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് യൂണിറ്റ് 5 to 8 നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് മാസ് പ്രൊഡക്ഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതേപോലെ ഷോപ്പ് പ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കണം. ആൻഡ് പ്രൊജക്ട് പ്ലാനിങ്ങിനെ കുറിച്ച്, ദാറ്റ് ഇസ് അതിലാണ് ഈ CPM PERT കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതെല്ലാം റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് 5 to 8. ഇനി യൂണിറ്റ് 9 to 11 നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകണം. ആൻഡ് യൂണിറ്റ് 12 to 14 ആണെങ്കിൽ അതിൽ വരുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ്, അതേപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ. ഇങ്ങനത്തെ ഈ ടോപ്പിക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ദാറ്റ് ഇസ് പ്രീവിയസ് ഇയേഴ്സിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത്. സോ ഇത്രയും ടോപ്പിക്സിനൊക്കെ കുറച്ചും കൂടി എന്താ പറയാ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. സോ ഇനി നമുക്ക് ഒരു പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ നോക്കാം. അപ്പൊ അതിൽ റിക്കറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസിൽ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാസ് പ്രൊഡക്ഷൻ, അതേപോലെ വാല്യൂ എഞ്ചിനീയറിംഗ്, പ്ലാൻ ലേഔട്ട്, ഇതൊക്കെ മൾട്ടിപ്പിൾ എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വന്ന ടോപ്പിക്സ് ആണ്. ഇനി ഷിഫ്റ്റ് ഇൻ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു കൺസിസ്റ്റന്റ് മിക്സ് ആണ്. നമ്മളിപ്പം ഇതിലിപ്പം കൺസെപ്റ്റ് ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് ഷോർട്ട് നോട്ട്സിലൊക്കെ, അതെല്ലാം ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡിലും അതേപോലെ കൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഇതിൽ ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് ഫോക്കസ് ഓൺ സ്പെസിഫിക് യൂണിറ്റ്സ്. അപ്പം അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്ന യൂണിറ്റിൽ, അതേപോലെ വാല്യൂ എഞ്ചിനീയറിംഗിൽ, ഇൻവെന്ററി മാനേജ്മെന്റിൽ, സോ അതിനാണ് കുറച്ചും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു പ്രിലിമിനറി ഫൈൻഡിങ്സ് ആണ്. അപ്പം ഈ ഒരു എക്സാംസ് എന്ന് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കവർ ചെയ്യുന്നത് ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്. അതായത് നമുക്കിപ്പം അത്യാവശ്യം നമുക്ക് അറിയാം ഒരുപാട് ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം കുറച്ച് ബ്രോഡായിട്ട് ടോപ്പിക്സും കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും അതേപോലെ എന്താ പറയുക മാനേജ്മെന്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിലെ മാനേജ്മെന്റ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അതും നമ്മൾ അതും ഒന്നും കൂടി നമ്മൾ നോക്കി വെക്കണം. പിന്നെ വരുന്നതാണ് അതിന്റെ കൂടെ വരുന്നതാണ് കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്. അതായത് കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഇസ് ദിസ് എന്ന രീതിയിലുള്ള കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ചോദിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉള്ളതും അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത്. ആൻഡ് ഇപ്പൊ ഇതില് പ്ലാനിങ്, അതേപോലെ കൺട്രോൾ ആൻഡ് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ്, അതായത് ഇപ്പൊ വാല്യൂ എഞ്ചിനീയറിംഗ്, മാസ് പ്രൊഡക്ഷൻ, അതിന്നൊക്കെയും ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ചോദിക്കാറുണ്ട്. ആൻഡ് അതിലൊക്കെ എന്താ പറയാ ഒരു റിയൽ വേൾഡുമായിട്ട് അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയും എന്താ പറയാ ക്വസ്റ്റ്യൻസ് റിഫ്ലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇതൊരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു 4 ഇയേഴ്സിന്റെ അല്ലെങ്കിൽ 4 എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് അനാലിസിസ് ആണ്. ആൻഡ് അതിൽ 4 ബ്ലോക്സിനും കളർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഫോർ യെല്ലോ ബ്ലോക്ക് 1 ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഓറഞ്ച്, ദാറ്റ് ഇസ് ബ്ലോക്ക് 2, നെക്സ്റ്റ് വൺ ഇസ് ബ്ലോക്ക് 3, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ബ്ലോക്ക് 4. അപ്പൊ ആ 4 കളർ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ആൻഡ് ഇപ്പൊ ഇതിൽ നമുക്ക് ജൂൺ 2022 പറയുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു 2 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ആൻഡ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2 എന്നാണ്. അറൌണ്ട് 3 ക്വസ്റ്റ്യൻസോളം ബ്ലോക്ക് 2 എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 എന്ന്. ആൻഡ് ബ്ലോക്ക് 3 ഒരു 1 ക്വസ്റ്റ്യൻ ആ രീതിയിലേക്കാണ്. അപ്പം അത് കുറച്ച് കുറവാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ഈക്വലി, ദാറ്റ് ഇസ് ബ്ലോക്ക് 1ന്റെ അതേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇയർ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ബ്ലോക്ക് 2 ആണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ് ഇസ് ഡിസംബർ 2022 ആണെങ്കിൽ ബ്ലോക്ക് 1 എന്നാണ് കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് മൂവിങ് ടു ജൂൺ 2023 കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ബ്ലോക്ക് 3 എന്നാണ്. ആൻഡ് ഏറ്റവും കുറവ് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 ആണ് ഈക്വലി നിൽക്കുന്നത്. ബ്ലോക്ക് 1 അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്.
നെക്സ്റ്റ് ഡിസംബർ 2023 നോക്കുകയാണെങ്കിൽ 3 ബ്ലോക്സ്, ദാറ്റ് ഇസ് ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പൊ ഇതിന് നമുക്ക് ദാറ്റ് ഇസ് എന്താ പറയാ, ഏതെങ്കിലും ഒരു ബ്ലോക്ക് നമുക്ക് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ വർഷം ഓരോ രീതിയിലാണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ജൂൺ 2020 ബ്ലോക്ക് 2 എന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ജൂൺ 2020 അത് നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ അത് ബ്ലോക്ക് 3 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത് ഈ ഒരു ബ്ലോക്ക് എന്ന് ചോദിക്കുക അല്ലെങ്കിൽ കുറവാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. അപ്പം എല്ലാ ബ്ലോക്കിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ ഇതിൽ നമ്മൾ ഈ ഒരു ചാർട്ടിന്റെ നമ്മൾ ആ ഒരു ചാർട്ട് ബേസ് വന്നിട്ടുള്ളതാണ്. ദാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജൂൺ 2022 ടു ഡിസംബർ 2023 വരെയുള്ള 4 എക്സാം സെഷൻസിന്റെ ചാർട്ട് ഓരോ ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ അതിൽ നമുക്ക് ഒബ്സർവേഷൻസ് നോക്കാം. അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിങ്, അതാണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. സോ ഇതിൽ ബാക്കി ബ്ലോക്കിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു അതർ ബ്ലോക്സ് ഇതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ആൻഡ് അതിൽ എന്താ പറയാ, മെയിൻ ആയിട്ട് ഇപ്പം ഒരു ഒരു ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്സോ അല്ലെങ്കിൽ അസംഷൻസ് അങ്ങനെയുള്ളതിനൊക്കെയാണ് ലെസ് എംഫസിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് പെർ സെഷനിൽ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ദാറ്റ്സ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അപ്പം ഇതിൽ കുറച്ചും കൂടിയും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാമിന് നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടിയും ക്വസ്റ്റ്യൻസ് റിഫ്ലക്ട് ചെയ്യുന്നത് ബ്ലോക്ക് 2 നിന്ന് വരുന്നുണ്ട്. അതിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ സിസ്റ്റം, പ്രോജക്ട് മാനേജ്മെന്റ്, അതിനൊക്കെയുള്ള പ്രാക്ടിക്കൽ ആസ്പെക്ട്സും റിഫ്ലക്ട് ചെയ്യാറുണ്ട്. സോ അതാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് നമ്മുടെ കപ്പാസിറ്റി പ്ലാനിങ്, വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ, വാല്യൂ എഞ്ചിനീയറിംഗ്, അതാണ് നമ്മുടെ ബ്ലോക്ക് 3. സോ അതിലും കൂടുതൽ ഫോക്കസ് നമുക്ക് കൊടുക്കണം. ദാറ്റ് ഇസ് അതൊന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ജൂൺ 2023 ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 3 എന്നാണ്. സോ ആ ബ്ലോക്ക് 3യും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കവർ ചെയ്യേണ്ടതാണ്. മൂവിങ് ടു ബ്ലോക്ക് 4 ദാറ്റ് ഇസ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. സോ ഇതിലും ദാറ്റ് ഇസ് ഒരു എന്താ പറയാ 1 or 2 ക്വസ്റ്റ്യൻസ്, ഓരോ സെഷനിലും 1 or 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ബ്ലോക്ക് 4 നിന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അപ്പം ഇത്രയാണ് ഈ ഒരു 4 ബ്ലോക്കിൽ നിന്ന് ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അപ്പിയർ ചെയ്തിട്ടുള്ളത്. Now we are moving to unit wise weightage analysis ആണ്. സോ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആൻഡ് 4 എക്സാം സെഷൻസ് ഉണ്ട്. ഓരോ യൂണിറ്റ്സും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കാം, നമുക്ക് ജസ്റ്റ് നോക്കിപ്പോകും. ദാറ്റ് ഇസ് ജൂൺ 2022 നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂണിറ്റ് 1 ഉണ്ട്, യൂണിറ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് വി ആർ ഹാവിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം യൂണിറ്റ് 5 and 6, then from 8, then from 10 and from 12, 13 ഇത്രയും യൂണിറ്റ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഡിസംബർ 2022 സെക്കൻഡ് യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫ്രം 6th യൂണിറ്റ്, ദെൻ ഫ്രം 8, യൂണിറ്റ് 10, ദെൻ യൂണിറ്റ് 11, ദെൻ യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 14, ഇത്രയും യൂണിറ്റ്സ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതേപോലെ ജൂൺ 2023 ഉണ്ട്, ഡിസംബർ 2023 യൂണിറ്റ് വൈസ് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നുള്ള നമുക്ക് ഒരു ഒരു അനാലിസിസ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ യൂണിറ്റ് 10 നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഓരോന്നിലും ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമിനും യൂണിറ്റ് 10 നിന്ന് കൂടുതലായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് യൂണിറ്റ് 10 വന്നിട്ടുണ്ട്. നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ അറിയാം 4 എക്സാമിനും യൂണിറ്റ് 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂണിറ്റ് 14 അതിലും ഒരു അതൊന്നും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ദാറ്റ് ഇസ് യൂണിറ്റ് 14 എടുക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി, 3 കൊല്ലം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് നമ്മുടെ ഡിസംബർ 2022 2023 അതേപോലെ ഡിസംബർ 2023 3 കൊല്ലം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അപ്പൊ ഇതിൽ നമ്മൾ കൂടുതൽ നോക്കേണ്ടത് ആ ഒരു സസ്റ്റൈനബിലിറ്റിയും വേസ്റ്റ് മാനേജ്മെന്റ് ടോപ്പിക്സ് ഒക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു യൂണിറ്റും കൂടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ഇനി ഒരു ദാറ്റ് ഇസ് ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മോഡറേറ്റ് ടു ലോ ഫ്രീക്വൻസി ആയിട്ട് വരുന്ന യൂണിറ്റ്സ് ആണ് ഏതൊക്കെയാ നോക്കാം. അതിൽ യൂണിറ്റ് 1, 2, 5, 6, 8, 12 and 13 ഇത്രയും യൂണിറ്റ്സ് നമുക്ക് ഡിഫറെന്റ് സെഷൻസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. ആൻഡ് ഒരു കൺസിസ്റ്റന്റ് അല്ല അതെന്നുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഫെസിലിറ്റീസ് ലേ ഔട്ട് ആൻഡ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആണ്. സോ അതിന് കാര്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അത് അധികം അപ്പിയർ ആയിട്ടില്ല.
അപ്പം അത് ഒരു ലെസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് യൂണിറ്റ് 4 കണക്കാക്കുന്നത്. ഇനി ചില യൂണിറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ യൂണിറ്റ് 3, അതായത് ഫെസിലിറ്റീസ് ലൊക്കേഷൻ, അതേപോലെ യൂണിറ്റ് 7 പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫോർ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ. ഇതിനൊക്കെ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മളൊരു ഫോക്കസ്, ഒരു സ്പെസിഫിക് ഫോക്കസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പം ഇതിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് യൂണിറ്റ് 10 ആണ്, അതായത് വർക്ക് ആൻഡ് ജോബ് ഡിസൈൻ്റെ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ അതിൽ ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോക്കിക്കോളൂ, വർക്ക് സ്റ്റഡി അപ്രോച്ച് ഉണ്ട്, അതേപോലെ മെത്തേഡ് സ്റ്റഡി വരുന്നുണ്ട്, വർക്ക് മെഷർമെന്റ് ഉണ്ട്, അതേപോലെ വർക്ക് സ്റ്റഡി ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ജോബ് ഡിസൈനെ കുറിച്ചുണ്ട്, ഡിസൈൻ ഫാക്ടേഴ്സ്, പിന്നെ അതിൽ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സും ഓർഗനൈസേഷൻ ഫാക്ടേഴ്സും, പിന്നെ ബിഹേവിയർ ഡയമെൻഷൻ ഓഫ് ജോബ് ഡിസൈൻ, ആൻഡ് നെക്സ്റ്റ് സോഷ്യോ ടെക്നിക്കൽ അപ്രോച്ച് ടു ജോബ് ഡിസൈൻ. ഇതൊക്കെയാണ് ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, ദാറ്റ് ഇസ് നമ്മളിപ്പം ഇതിനൊരു ഒരു ഡിസ്ട്രിബ്യൂഷൻ, നമ്മളൊരു ചാർട്ടായിട്ട് നമ്മൾ യൂണിറ്റ് 10 ഒരു ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൻഡ് വർക്ക് സ്റ്റഡി അപ്രോച്ചും ജോബ് ഡിസൈൻ ഇൻട്രൊഡക്ഷനും ഇത് റെഗുലർ ആയിട്ടും മൾട്ടിപ്പിൾ സെഷൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ വർക്ക് മെഷർമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് സെഷൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് വീണ്ടും ആ ഒരു എന്താ പറയുക ഷിഫ്റ്റ് വരാനുള്ള, ദാറ്റ് ഇസ് ആ ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനിയുള്ള എക്സാംസിന് വരാനുള്ളത്. ആൻഡ് ഇനി ഇതിന്റെ വേരിയബിൾ കവറേജ് നോക്കുകയാണെങ്കിൽ മെത്തേഡ് സ്റ്റഡി, അതേപോലെ ഡിസൈൻ ഫാക്ടേഴ്സും എല്ലാം ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് കുറച്ചും കൂടി ലേറ്റർ എക്സാംസിൽ പിന്നെയും അത് കണ്ടിട്ടുണ്ട്, ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തേർഡ് സെഷനിലാണ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആൻഡ് മേ ബി ഇനി റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി കവർ ചെയ്യാത്ത ടോപ്പിക്സ്, നമ്മൾ ആ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വന്നിട്ടില്ല, അതേപോലെ ബിഹേവിയർ ഡയമെൻഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സോഷ്യോ ടെക്നിക്കൽ അപ്രോച്ചിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ആൻഡ് മേ ബി ഒരു ഡിഫറെന്റ് ഫോർമാറ്റിൽ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. അതായത് ഒന്നുമില്ലെങ്കിൽ അസൈൻമെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ആയിട്ടോ അതൊക്കെ കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇനി നമുക്കിവിടെ മാർക്ക് വൈസ് ഉള്ള ഒരു എക്സാമിനേഷൻ നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പോൾ ടോട്ടൽ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് നോക്കാം. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡാറ്റ വെച്ച്, അതായത് യൂണിറ്റ് 10 ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ആവറേജ് മാർക്ക് പെർ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എന്തിന്റെ ബേസ്, അതിന്റെ ഫ്രീക്വൻസിയുടെ ബേസിസിലാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നോക്കിക്കോളൂ, ആവറേജ് മാർക്സ് പെർ ടോപ്പിക് ഇൻ യൂണിറ്റ് 10 അപ്പൊ അതിൽ വർക്ക് സ്റ്റഡി അപ്രോച്ചിന് 15 മാർക്കാണ്. അതേപോലെ മെത്തേഡ്സ്, ഇതിപ്പം ആ ഒരു റിപ്പീറ്റേഷൻ, ആ ഒരു ക്വസ്റ്റ്യൻസ് വന്നതിന്റെ കൺസിസ്റ്റൻസിയുടെ ബേസിസിലാണ് വരുന്നത്. അപ്പൊ വർക്ക് സ്റ്റഡി അപ്രോച്ചിന് 15 മാർക്സ് ആണ്, മെത്തേഡ് സ്റ്റഡി 10 മാർക്സ്, വർക്ക് മെഷർമെന്റ് 10 മാർക്സ്, അതേപോലെ ജോബ് ഡിസൈൻ ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ 15 മാർക്സ്, ഡിസൈൻ ഫാക്ടേഴ്സ് ആണെങ്കിൽ 5 മാർക്സ്, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ 0 മാർക്സ്, കാരണം അത് ചോദിച്ചിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻസിൽ. അതേപോലെ ഓർഗനൈസേഷൻ ഫാക്ടർ ആണെങ്കിൽ ഒരു സെഷനിലോ മറ്റോ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിന്റെ 5 മാർക്സ് വരുന്നു. ബിഹേവിയർ ഡയമെൻഷൻസും ചോദിക്കാത്ത ടോപ്പിക്കാണ്, അതുകൊണ്ട് 0 മാർക്ക്. സോഷ്യോ ടെക്നിക്കൽ അപ്രോച്ചും ചോദിക്കാത്തതാണ്, സോ 0 മാർക്സ്. ആൻഡ് ഇനി ഇതിൽ ആവറേജ് മാർക്ക് പെർ യൂണിറ്റ് അക്രോസ് എല്ലാ യൂണിറ്റ്സും നമുക്ക് ഓരോ യൂണിറ്റ് വെച്ചിട്ടുള്ള ആവറേജ് മാർക്കാണ്. സോ യൂണിറ്റ് 1, 8, 10 and 14 എന്ന് പറയുകയാണെങ്കിൽ അതിന് ഹയർ ആവറേജ് ആണ്, കാരണം അതിൽ നമ്മൾ എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ യൂണിറ്റ് 2, 3, 5, 6, 7, 9, 11, 12 and 13 എന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ റേഞ്ച് കൊടുക്കുന്നത് 5 to 15 മാർക്സിലാണ്. സോ അത്രയും നമ്പർ ഓഫ് മേ ബി ഒരു 1, 2 അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുകയാണെങ്കിൽ 0 മാർക്സ് ആണ്, കാരണം ഒരു ക്വസ്റ്റ്യൻസും അതിൽ വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് ഹെൻസ് ഇറ്റ് ഇസ് 0 മാർക്സ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഇതിന് നമുക്ക് കിട്ടുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നമ്മൾ യൂണിറ്റ് 1, 8, 10, 14 ഇതെല്ലാം നമുക്ക് മാക്സിമം നമുക്ക് സ്കോർ പൊട്ടൻഷ്യൽ ഉള്ള യൂണിറ്റ്സ് ആണ്. അതേപോലെ യൂണിറ്റ് 4 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതായത് അതിനധികം ചോദിച്ചിട്ടില്ല ആ ഒരു യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബാർ ചാർട്ട് വിഷ്വലൈസേഷനിലേക്ക് പോവാം. സോ ഇത് നമുക്ക് ഒരു ആവറേജ് മാർക്ക് പെർ യൂണിറ്റ് വെച്ച്, അതിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാർക്ക്, അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ബാർ ചാർട്ടാണ്. സോ ഇതിന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം യൂണിറ്റ് 10 ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കും. ഇതിന്റെ ഒബ്സർവേഷൻസ് കൂടി നമുക്ക് നോക്കാം.
നമ്മൾ ഓൾറെഡി പറയാം യൂണിറ്റ് 4 നോക്കിയാണ്. യൂണിറ്റ് 4 അവിടെ നമുക്കൊന്നും ഒന്നും വന്നിട്ടില്ല, ഗ്രാഫ് ഒന്നും വന്നിട്ടില്ല. കാരണം എന്താ, യൂണിറ്റ് 4 നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. സോ ഇതിന്റെ ബേസിസ് നമുക്ക് ഏകദേശം നോക്കാം. യൂണിറ്റ് 1, അതേപോലെ യൂണിറ്റ് 8, യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 14 ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആൻഡ് യൂണിറ്റ് 10 എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. റിമൈനിങ് യൂണിറ്റ്സ് ദാറ്റ് ഇസ് യൂണിറ്റ് 2, 5, 6 ആൻഡ് 9, 11, 12, 13 എല്ലാം ഒരു ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്നതാണ്. പിന്നെ യൂണിറ്റ് 3 ഉണ്ട്, യൂണിറ്റ് 7 ഉണ്ട്, അത് രണ്ടും ഒരു ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്നതാണ്. ആൻഡ് യൂണിറ്റ് 4 വി ഹാവ് നോ ക്വസ്റ്റ്യൻസ്. സോ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെ യൂണിറ്റ്സ് ആണ്? യൂണിറ്റ് 1, 8, 10 ആൻഡ് 14 ആണ്. ആൻഡ് അത് ഇപ്പൊ ഈ യൂണിറ്റ്സ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാറുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഒരു ഹൈ സ്കോർ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആൻഡ് ഒരു മീഡിയം പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ദാറ്റ് ഇസ് യൂണിറ്റ് 2, 5, 6, 9, 11, 12 ആൻഡ് 13 എന്ന് പറയുന്നത്. സോ ഒരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. പിന്നെ ലോ പ്രയോറിറ്റി ആണ് 3 ആൻഡ് 7. കാരണം അതിൽ നിന്ന് എന്താണ് ലെസ് ദാൻ 10 മാർക്സ് ആണ് അതിൽ വരുന്നത്. അപ്പം അതിൽ നമുക്ക് എന്താണ് സ്റ്റിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ എന്താണ് ഒരുപാട് ടൈം നമ്മൾ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട. ആൻഡ് വെരി ലോ പ്രയോറിറ്റി ആണ് യൂണിറ്റ് 4 വന്നിരിക്കുന്നത്. കാരണം അതിനെന്താണ് ഒരു ക്വസ്റ്റ്യൻസും ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടില്ല. ഇനി ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. സോ ഇതിൽ നമുക്ക് റിക്കറന്റ് ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം. ആൻഡ് മാസ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ജൂൺ 2022, 23, ഡിസംബർ 23 അങ്ങനെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. പിന്നെ വാല്യൂ എഞ്ചിനീയറിംഗ് ആണെങ്കിലും 3 വർഷവും 3 എക്സാംസിലും ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് വാല്യൂ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഇസ് ബാച്ച് പ്രൊഡക്ഷൻ, അത് ഡിസംബർ 2022, ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജോബ് ഡിസൈൻ അല്ലെങ്കിൽ വർക്ക് ഡിസൈൻ എന്നുള്ളതും ഇതേപോലെ മോസ്റ്റ് സെഷൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഇസ് പ്ലാൻ ലേഔട്ടും ഫെസിലിറ്റി ലൊക്കേഷൻ ആണ്. സോ പ്ലാൻ ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇസ് വേസ്റ്റ് മാനേജ്മെന്റ്, അതും ഇതേപോലെ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ഡിസംബർ 2022 ഉണ്ട്, ജൂൺ 2023 ഉണ്ട്, ഡിസംബർ 2023 വന്നിട്ടുണ്ട്. പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ, ഇതും ഡിഫറെന്റ് സെഷൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഇനി നമുക്ക് ഇതിന്റെ ഒരു ലെറ്റ്സ് അനലൈസ് ദി പാറ്റേൺ. അത് ഓരോ ടോപ്പിക്കിന്റെയും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം എന്താ പറയാ അതിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് ഇതിൽ ഒരു പ്രീവിയസ് എക്സാം സെഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിക്കറിംഗ് ടോപ്പിക്കും ആ ഒരു പാറ്റേണും കാര്യങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്യൂച്ചർ എക്സാമിന് നമുക്ക് ഇനി വരുന്ന എക്സാമിന് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ. സോ ഇനി നമുക്ക് ഇതിനൊരു അനാലിസിസ് നോക്കാം. മാസ് പ്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ റിക്കറിംഗ് ടോപ്പിക്. അത് നമ്മൾ ജൂൺ 2022, 2023 ഡിസംബർ 2023 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിന്റെ പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എല്ലാ ഇയറും അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഇതും ഫ്യൂച്ചർ സെഷൻസിൽ ചോദിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം ഈ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത്. ഇനി വാല്യൂ എഞ്ചിനീയറിംഗ് ആണ്. സോ അത് 3 വർഷവും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം ഇതും ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഓൾമോസ്റ്റ് എവറി സെഷൻസിൽ വരുന്നതാണ്. സോ ഹൈലി നമുക്ക് ഇതും നെക്സ്റ്റ് എക്സാമിന് വരാം. ഈ ഒരു എന്താ കൺസിസ്റ്റന്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് എക്സാമിൽ ഈ ഒരു ടോപ്പിക്കും ഇൻക്ലൂഡ് ആവാം. നെക്സ്റ്റ് ഇസ് ബാച്ച് പ്രൊഡക്ഷൻ ആണ്. അപ്പം ഇതും 2 കൊല്ലം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇതും ഒരു കോൺസിക്യൂട്ടീവ് സെഷൻസിലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ 2022 അതുപോലെ നെക്സ്റ്റ് തൊട്ടടുത്ത എക്സാമിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് മൈറ്റ് അപ്പിയർ ദാറ്റ് ഇസ് ആ ഒരു എന്താ പറയുക മെത്തേഡ്സ്, ഡിഫറെന്റ് പ്രൊഡക്ഷൻ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒന്നുകൂടി എന്താ പറയുക ഫോക്കസ് കൊടുക്കുക. ഇനി ജോബ് ഡിസൈൻ അല്ലെങ്കിൽ വർക്ക് ഡിസൈൻ എന്നുള്ള ടോപ്പിക്കാണ്. അതും കൺസിസ്റ്റന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിലും ഫ്രീക്വന്റ്ലി എക്സാം ടോപ്പിക്സ് ആയിട്ടാണ് വരുന്നത്. അതിന്റെ പാറ്റേൺ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. സോ ഇതും നെക്സ്റ്റ് എക്സാമിന് ദാറ്റ് ഇസ് അപ്പിയർ എന്ന രീതിയിൽ അപ്പോൾ ആ ഒരു ടോപ്പിക്കിനും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് അതിന്റെ ഫണ്ടമെന്റൽ റൂൾ, അതിന്റെ കൺസിസ്റ്റന്റ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ വരുന്നത് പ്ലാൻ ലേഔട്ട് ആൻഡ് ഫെസിലിറ്റി ലൊക്കേഷൻ ആണ്. സോ ഇതിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ജൂൺ 2023 അതേപോലെ ഫെസിലിറ്റി ലൊക്കേഷൻ ആണെങ്കിൽ ഡിസംബർ 2022 വന്നിട്ടുള്ളത്. സോ ഇതിന്റെ പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയാ ഓരോ സെഷൻസിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ഇതൊരു ചോദിക്കാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരു റൊട്ടേഷണൽ ബേസിസിൽ വരികയാണെങ്കിൽ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ. അടുത്തത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. സോ ഇതിന്റെ ഒക്കറൻസ് പറഞ്ഞാൽ 3 എക്സാംസിനും അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. സോ ഇതിനും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം, കാരണം അതിന്റെ ഫ്രീക്വൻസി കൂടിയിട്ടാണ്. സോ നെക്സ്റ്റ് എക്സാമിലും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്.
പിന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആണ്. ഇതും ഫ്രീക്വന്റ് ആയിട്ട് ഡിഫറെന്റ് സെഷൻസിൽ ചോദിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഇതിനെ ടെസ്റ്റ് ചെയ്യും. ദാറ്റ് ഇസ് ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ദാറ്റ് ഇസ് ഒരു ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എന്താ പറയാ അതിന്റെ നേച്ചർ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഒന്നുകൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് നെക്സ്റ്റ് എക്സാമിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അപ്പം നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള പാറ്റേൺസും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള ടോപ്പിക്സും ഇതെല്ലാം നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദാറ്റ് ഇസ് ഒരു എന്താ പറയുക ഒരു പ്രഡിക്ഷൻ പോലെ നമ്മളൊരു എന്താ പറയുക അപ്കമിങ് എക്സാമിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് അപ്പിയർ ആവാം എന്നുള്ള ഒരു പ്രഡിക്ഷന്റെ ബേസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് MMPC 009 മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസിന്റെ നമുക്ക് പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അപ്കമിങ് എക്സാമിലുള്ള പ്രഡിക്ഷൻസ് ആണ് വരുന്നത്. സോ ഇതിൽ വാല്യൂ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക് ദാറ്റ് ഇസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിലും അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് റോള്, അതേപോലെ മെറ്റീരിയൽ കോസ്റ്റ് എഫിഷ്യൻസിയും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് അത് എന്താ പറയാ നെക്സ്റ്റ് എക്സാമിനും ഈ ഒരു വാല്യൂ എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് ജോബ് ഡിസൈൻ ഓർ വർക്ക് ഡിസൈൻ ആണ്. സോ ഇതും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അടുത്തൊരു ടോപ്പിക് ആണ്. എല്ലാ സെഷൻസിലും ഒരുവിധം വന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഹ്യൂമൻ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് ഓപ്പറേഷൻസ് മാനേജ്മെന്റിലെ ഹ്യൂമൻ ഫാക്ടേഴ്സ് അപ്പം അതാണ് അതിൽ സെൻട്രൽ ആയിട്ട് വരുന്നത്. സോ നമ്മൾ അതിൽ കാര്യങ്ങൾ അപ്പം ഇതും എന്താ പറയുക അപ്കമിങ് എക്സാംസിലേക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക് ആണ്. അടുത്തത് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതെല്ലാം എക്സാംസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതും എന്താ പറയാ നെക്സ്റ്റ് ഇനി വരുന്ന അപ്കമിങ് എക്സാമിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. സോ ഈ ഒരു ടോപ്പിക് പറയുകയാണെങ്കിലും റീസെന്റ് എക്സാംസിൽ അതിന്റെ ഫ്രീക്വൻസി ഇൻക്ലൂഡ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടിയിരിക്കുകയാണ്. അപ്പം ഇതിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് മാസ് പ്രൊഡക്ഷൻ ആണ്. അപ്പം ഇതില് എന്താ പറയാ ലാസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ December 2023 സോ വീണ്ടും ഇതിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തത് ബാച്ച് പ്രൊഡക്ഷൻ ആണ്. സോ ഇതും കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് ഇത് അപ്പിയർ ആയിട്ടുള്ളത്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസും ഇതും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഇതിലിപ്പം പ്രൊഡക്ഷൻ മെത്തഡോളജി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഒരു സെക്കൻഡറി പോസിബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ ലേഔട്ട് ആൻഡ് ഫെസിലിറ്റി ലൊക്കേഷൻ ആണ്. അപ്പൊ ഈ ടോപ്പിക്സും എക്സാമിന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഇസ് അപ്പം ആ ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കവർ ചെയ്യുക ദാറ്റ് ഇസ് ആ ഒരു യൂണിറ്റ്സും കാര്യങ്ങളും കൂടി കവർ ചെയ്യുക. പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രൊജക്ട് പ്ലാനിങ് ടെക്നിക്സും ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM ഉണ്ടല്ലോ, അപ്പം അതേപോലെ പെർട്ടും ആൻഡ് പ്രൊജക്ട് പ്ലാനിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പൊ ആ ടോപ്പിക്സും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കണക്കാക്കുക. സോ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു എന്താ പറയാ നമ്മുടെ എന്താ പറയാ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതി ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് എവിടെ നിന്നൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ കുറച്ച് നന്നായി തറവായി പഠിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ആൻഡ് കീ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് വാല്യൂ എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ ദാറ്റ് ഇസ് വെരി ഹൈ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ എക്സാംസിലും ചോദിക്കാറുണ്ട്. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് അതിന്റെ കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അതേപോലെ കോസ്റ്റ് കട്ടിങ്ങിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അതേപോലെ അതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇനി ജോബ് ഡിസൈൻ ആൻഡ് വർക്ക് ഡിസൈനും അതിന്റെ ഇമ്പോർട്ടൻസും ഹൈ ആണ്. ആൻഡ് ഇതിൽ പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് റീസൺ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ ഫ്രീക്വന്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ എലമെന്റ്സ്, ജോബ് ഡിസൈനിന്റെ എലമെന്റ്സ്, അതേപോലെ എർഗണോമിക്സിനെ കുറിച്ച് നോക്കുക, വർക്ക് എൻവിറോൺമെന്റിനെ കുറിച്ചും അതിന്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം. പിന്നെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ഇതിന്റെ ദാറ്റ് ഇസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ വരുന്ന അല്ലെങ്കിൽ അതിലായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ഇൻവെന്ററി മോഡൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ടെക്നിക്സ് എന്തൊക്കെയാണ് ആൻഡ് അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസും പ്രോബ്ലം സോൾവിങ്ങും ആണ് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്.
ഇനി അടുത്തത് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. സോ അതും ഇതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്നുണ്ട്. ആൻഡ് അതിൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നോക്കണം, അതിന്റെ ബെനിഫിറ്റ്സ്, അതേപോലെ അതിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കുക. നെക്സ്റ്റ് ഇസ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ ആണ്. സോ ഇത് മോഡറേറ്റ് ടു ഹൈ ആണ് ഇതിൽ നിന്ന് വരുന്ന ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഡിഫറെന്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതൊക്കെയാന്ന് പറയുമെങ്കിൽ കമ്പയർ, ദാറ്റ് ഇസ് പ്രൊഡക്ഷൻ മെത്തേഡ്സിന്റെ കമ്പയർ, കോൺട്രാസ്റ്റ്, പിന്നെ ഫോക്കസ് അതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് ഫോക്കസ് ചെയ്യുക, അതേപോലെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക, പിന്നെ അതിന്റെ സ്യൂട്ടബിൾ ആപ്ലിക്കേഷൻസും കൂടി കവർ ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡറി ഫോക്കസ് ഏരിയാസിൽ പറഞ്ഞ ടോപ്പിക് ആയിട്ടുള്ള പ്ലാൻ ലേഔട്ടും ഫെസിലിറ്റി ലൊക്കേഷൻ ആണ്. സോ ഇത് മേ ബി വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിന്റെ റിലവൻസ്, ഫെസിലിറ്റീസ് പ്ലാനിങ്ങിന്റെ റിലവൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യുക. പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും പ്രൊജക്ട് പ്ലാനിങ് ടെക്നിക്സ് ആണ്. സോ ഇതിന്നും ദാറ്റ് ഇസ് അതിന്റെ ടൂൾസും കാര്യങ്ങളെല്ലാം ഒന്ന് എന്താ പറയാ പ്രിപ്പയർ ചെയ്യുക. ആ ഒരു ടോപ്പിക്സും കൂടി കവർ ചെയ്യുക. സോ ഇനി നമുക്കൊരു സ്റ്റഡി ടിപ്സ് നോക്കാം. ദാറ്റ് സ്റ്റഡി ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റഡി ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടത് ഈ ഹൈ ഇമ്പോർട്ടൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സിലേക്കാണ് കൂടുതൽ ടൈം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് ആ ഒരു ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ആ ഒരു ഗൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഏത് യൂണിറ്റിനാണ് കൂടുതൽ അല്ലെങ്കിൽ ആവറേജ് ദാറ്റ് ഇസ് കൂടുതൽ ഏതെന്നൊക്കെയാണ് വരുന്ന ഏത് യൂണിറ്റിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ ടൈം അലോക്കേഷനൊക്കെ ചെയ്യാം. പിന്നെ പാസ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. സോ ഇത് നമുക്ക് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ സ്റ്റൈലും കാര്യങ്ങളും ടോപ്പിക്സും കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിനെ കുറിച്ചൊരു കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ ഏതൊക്കെ ഹൈലൈറ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി. സോ ദാറ്റ് ഇസ് ഒരു ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ. അപ്പം അതാകുമ്പോൾ നമുക്ക് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഒരു രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്യാൻ നോക്കുക. ആൻഡ് അതേപോലെ ഷെഡ്യൂൾഡ് റിവ്യൂസ്. സോ റെഗുലർ ആയിട്ട് എന്താ പറയുക നമ്മുടെ മെറ്റീരിയൽ എല്ലാം റിവ്യൂ ചെയ്യുക, എല്ലാ ടോപ്പിക്സും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു മിക്സ് റിവിഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ സമ്മറീസ് നമുക്ക് എടുക്കാം, അതേപോലെ ഫ്ലാഷ് കാർഡ്സ്, മൈൻഡ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിവിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. ആൻഡ് എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞല്ലോ ഇനി പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഒന്നും മാറ്റി വെക്കേണ്ട, ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സോ അപ്പം ഇത്രയും നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി. സോ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ടോപ്പിക്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തറവായിട്ട് കവർ ചെയ്ത് പോവുക. ആൻഡ് അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടും. സോ ആ ഒരു കോൺഫിഡൻസോട് നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ആ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. ആൻഡ് അതേപോലെ നല്ല രീതിയിൽ എക്സാംസ് അപ്പിയർ ചെയ്യാൻ നമുക്ക് ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം ഇതിൽ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വെയിറ്റേജും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിൽ നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പം ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് വെച്ച് നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പം ഇതിൽ മേ ബി ഇങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആൻസർ ചെയ്യാം. സോ ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വാല്യൂ എഞ്ചിനീയറിംഗ് എന്താന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് ദാറ്റ് ഇസ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ക്യാൻ ബി യൂസ് ടു എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് കോസ്റ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫംഗ്ഷനാലിറ്റി ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടാനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് എഴുതണം. ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് സിമ്പിൾ കോസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസ്. സോ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദി ജോബ് ഡിസൈൻ പ്രോസസ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. സോ അപ്പോൾ ആദ്യം ജോബ് ഡിസൈൻ എന്താണെന്നുള്ളത് എഴുതുക, അതിനുശേഷം അതിന്റെ പ്രോസസ്സ് എഴുതുക.
അടുത്തത് വാട്ട് ആർ ദ ക്രിട്ടിക്കൽ കൺസിഡറേഷൻസ് ഫോർ എൻഷുറിംഗ് ബോത്ത് എഫിഷ്യൻസി ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. സോ അത് രണ്ടും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം ജോബ് ഡിസൈനിൽ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹൗ ഡു എൻവയോൺമെന്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ഈ രണ്ട് ഫാക്ടേഴ്സും എങ്ങനെയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇതിലും അപ്പം 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഹെഡിങ് എല്ലാം കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. സോ ഫസ്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസും എഴുതുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും, ദാറ്റ് ഇസ് JIT എന്നുള്ള ഒരു ഇൻവെന്ററി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ അങ്ങനെ നമ്മൾ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കിന് ചോദിക്കുമ്പം ആദ്യം അതിനെക്കുറിച്ച് ഒന്ന് എഴുതുക ഒരു പാരഗ്രാഫ്. എന്താണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം, ഇൻവെന്ററി സിസ്റ്റം എന്നുള്ളത് ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എഴുതുക. ആൻഡ് അതിൽ ദാറ്റ് ഇസ് ട്രഡീഷണൽ ഇൻവെന്ററി സിസ്റ്റം വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4, ദാറ്റ് ഇസ് വേസ്റ്റ് മാനേജ്മെന്റ് ഇസ് നോട്ട് ഓൺലി അബൌട്ട് എലിമിനേറ്റിംഗ് വേസ്റ്റ് ബട്ട് ഓൾസോ എൻഹാൻസിങ് റിസോഴ്സ് എഫിഷ്യൻസി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തിട്ട് വേരിയസ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെയാണ് എഴുതാൻ. ദാറ്റ് ഇസ് ആ ഒരു വേസ്റ്റ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, എത്ര എഫക്റ്റീവായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സോ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് അതിന്റെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 5, ദാറ്റ് ഇസ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റം. സോ അത് രണ്ടിനും കമ്പയർ ചെയ്യാനാണ്. ആൻഡ് അതിൽ നമ്മളിപ്പോൾ ഓരോ കണ്ടീഷൻസ് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓരോ സിസ്റ്റം ഏത് കണ്ടീഷൻസിലാണ് അതിന്റെ എഫക്റ്റീവ് ആവുന്നത്, അതേപോലെ അതിന്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6, പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദി പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജസ് ഓഫ് ഫെസിലിറ്റി ലേഔട്ട്. സോ ആദ്യം ഫെസിലിറ്റി ലേഔട്ട് എന്താണെന്നുള്ളത് എഴുതുക, പിന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ വാട്ട് ആർ ദ മെയിൻ ടൈപ്പ് ഓഫ് പ്ലാൻ ലേഔട്ട്, ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്, ആൻഡ് നമ്മൾ അതിന്റെ ഒരു ലേഔട്ടിന്റെ എന്താ പറയാ ചോയ്സ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ചോയ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യും എന്നുള്ളത്, അതിന്റെ ഇമ്പാക്റ്റും കൂടി നമ്മൾ ആൻസർ ചെയ്യണം. ഇനി ഷോർട്ട് നോട്ട്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് പറയുന്നത്. അപ്പം ഷോർട്ട് നോട്ട്സ് പറയുന്നത് ഇതിലേതെങ്കിലും ഇനി 3 ഓഫ് ദി ഫോളോയിങ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കാം, ദ റോൾ ഓഫ് ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ഇൻ മോഡേൺ പ്രൊഡക്ഷൻ ലൈൻ. സോ മോഡേൺ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ ഓട്ടോമേഷൻ അതേപോലെ റോബോട്ടിക്സിന്റെ ഒക്കെ റോൾ എന്താണ് എന്നുള്ളത് എഴുതാനാണ്. നെക്സ്റ്റ് നമ്മുടെ മെത്തേഡ് സ്റ്റഡീനെ കുറിച്ച് എഴുതാനാണ്, വർക്ക് മെഷർമെന്റിൽ വരുന്ന മെത്തേഡ് സ്റ്റഡി. പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന ടോപ്പ് കൺസെപ്റ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസും ഉണ്ട്. പിന്നെ വരുന്നത് ഇൻവെന്ററി കൺട്രോളിന്റെ പ്രിൻസിപ്പിൾസും, പിന്നെ അത് സ്ലോ മൂവിങ് ഐറ്റമിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് സോഷ്യോ ടെക്നിക്കൽ ജോബ് ഡിസൈനിൽ വരുന്ന സോഷ്യോ ടെക്നിക്കൽ അപ്രോച്ചും അതിന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ബെനിഫിറ്റ്സും ചാലഞ്ചസും, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ട്. സോ ഇത്രയാണ് ദാറ്റ് ഇസ് ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇനി ദാറ്റ് ഇസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആൻസർ ചെയ്യണം. ആൻഡ് ഇതിന്റെ ആൻസർ കീസും കാര്യങ്ങളെല്ലാം ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഗോ ത്രൂ ദാറ്റ്. സോ ഇത്രയാണ് ഈ ഒരു സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് എല്ലാവർക്കും. സോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി സെഷൻ. താങ്ക് യു.